ഹലോ ഗേയ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് മുരിങ്ങയില തോരനാവാം. അങ്ങനെ എൻ്റെ വീട്ടിലൊരു ചെറിയൊരു മുരിങ്ങ നിൽപ്പുണ്ട്. അപ്പം അതിലെ നല്ല ഇലകൾ നോക്കി കുറച്ച് ഒടിച്ചെടുക്കാം. ഇപ്പം മുരിങ്ങയിലെ ഇലകളൊക്കെ കുറച്ച് കുറവാണ്, എല്ലാം കുറച്ചൊക്കെ പഴുത്തങ്ങനെ വാടി നിൽക്കുവാണ്. അപ്പം അതിലെ നല്ല ഇല നോക്കിയിട്ട് നമുക്ക് കുറച്ച് പറിച്ചെടുക്കാം. ഞാനിതിൽ ആദ്യമായിട്ടാണ് വോയിസ് ഇടുന്നത്, അതുകൊണ്ട് എനിക്ക് എങ്ങനെ ചെയ്യണം, വോയിസ് ഇടണമെന്നൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇതിൽ നിന്ന് കുറച്ച് ഇലകളൊക്കെ ഇതിൽ നിന്ന് കിട്ടി. ഇനി അപ്പുറത്ത് വേറൊരു തൈ നിൽപ്പുണ്ട്, അപ്പോൾ അതിൻ്റെയും കൂടെ കുറച്ചും കൂടെ ഇല ഒടിച്ചിട്ട് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഇല പറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ എടുത്ത് വെച്ചത് ഇനി നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അത് ചിലന്തികളും ചെറിയ പ്രാണികളും ഒക്കെ കാണും, അതൊക്കെ നോക്കിയിട്ട് കുറച്ച് വൃത്തിയാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ ചിലന്തിയൊന്നുമില്ലാതെ കുറച്ച് തണ്ടുകൾ ഇങ്ങനെ ഊരിയെടുക്കുവാണ്. ഊരിയെടുത്തിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ നോക്കി, ചിലന്തികളൊക്കെ ഉണ്ട്, ചിലന്തികളും ചെറിയ പ്രാണികളും ഒക്കെ ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് തണ്ടുകളൊന്നും ഇല്ലാതെ കണ്ട് ഇല മാത്രം ഇങ്ങനെ ഊരിയെടുക്കണം. ഏകദേശം ഞാനിത് തണ്ടുകളെല്ലാം ഞാനിപ്പം കുറച്ച് ഊരിയെടുത്തിട്ടുണ്ട്. ചിലന്തി പ്രാണികളൊന്നുമില്ല, നോക്കിയെടുത്തതാണ്. ഇനി ഇത് ഒരു പ്ലേറ്റിലോട്ട് ഇത് അരിഞ്ഞെടുക്കാം നമുക്ക്. അപ്പം ഞാനിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ. എൻ്റെ കയ്യിൽ ഫിംഗർ ക്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് പതുക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. കത്തി നല്ല മൂർച്ചയുള്ള കത്തിയാണ്, അതുകൊണ്ട് അങ്ങനെ കുറച്ച് ഞാനങ്ങനെ അരിഞ്ഞു കഴിഞ്ഞു. ഇപ്പം നമുക്ക് അരപ്പിന് ആവശ്യമായിട്ടൊരു തേങ്ങ വേണം. അപ്പം അതിനായിട്ട് എൻ്റെ വീട്ടിൽ തന്നെ അടർത്തിയ തേങ്ങയാണ്. അപ്പോൾ അതൊന്ന് പൊതിച്ചെടുക്കാം നമുക്ക്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തേങ്ങയൊക്കെ പൊതിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വൃത്തിയാക്കിയെടുക്കാം. വൃത്തിയാക്കിയിട്ട് ഞാൻ തേങ്ങ പൊതിക്കുന്ന സൗണ്ട് കേട്ടുകൊണ്ട് ഇളയ മോള് പാത്രമൊക്കെ ആയിട്ട് വന്ന് നിൽക്കുവാണ്. അങ്ങനെ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഇതാണ് നമ്മുടെ തേങ്ങ, പൊതിച്ച തേങ്ങയാണ്. അത് ഞാനൊന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട്. തിരുമ്മി എടുത്തിട്ട് ഇനി അത് ജാറിലേക്കൊന്നിടാം. ജാറിലേക്കിട്ട് നമുക്ക് അരപ്പിനാവശ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് മുളക് പൊടി, അങ്ങനെ നമുക്കതൊന്ന് ചതച്ചെടുക്കാം. ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനടപ്പയിലോട്ട് വെക്കാം. പാനടപ്പ വെച്ചിട്ട് കടുക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മുരിങ്ങയില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് വാടുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് എണ്ണയിൽ കിടന്നൊന്ന് വാടട്ടെ. വാടിയിട്ട് ഇപ്പോൾ ഇത് എണ്ണയിൽ കിടന്നൊന്ന് വാടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിപ്പോൾ ഇച്ചിരി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം, ഉപ്പ് പിടിക്കാൻ. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം. അരപ്പിട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഒതുക്കി വെക്കാം. ഒതുക്കി വെച്ച് അടച്ച് വെച്ചിട്ട് നമുക്ക് ആവിയിൽ കുറച്ച് നേരം ഒന്ന് വേവട്ടെ. ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ ആവിയിൽ ഇതൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അരപ്പ് പിടിക്കുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ തോരന് ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അധികം ദിവസങ്ങളൊന്നും ആയിട്ടില്ല. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പം മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.